നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. പ്രശാന്ത്, നമസ്കാരം. മുൻ ആ കായിക മന്ത്രി അബ്ദുറഹ്മാന്റെയും അതുപോലെ തന്നെ ചില അർജന്റീന താരവും മെസ്സിയും ഒക്കെ ഇവിടെ വരുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചില പ്രശ്നങ്ങളൊക്കെ കൂടിക്കൊഴിഞ്ഞ് ആകെ പ്രശ്നത്തിലായിരിക്കുകയാണ്. ആദ്യമേ തന്നെ ഇതൊരു കരാറില്ല, വ്യാജമായി ഉണ്ടാക്കിയ ഒരു കാര്യമാണെന്ന തരത്തിൽ വിവരങ്ങൾ വന്നിരുന്നു. എന്നാൽ കായിക വകുപ്പിന്റെ കയ്യിൽ കരാറില്ല, സ്വന്തം കയ്യിൽ കരാറുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആന്റോ അഗസ്റ്റിൻ വന്നിരുന്നു. ഇപ്പൊ 2-3 ദിവസം കൊണ്ട് വെല്ലുവിളി കാണാനില്ല. കാരണം കോടതിയിൽ കീഴടങ്ങിയിട്ടുള്ളത് കൊണ്ട്, ഇനിയും ജാമ്യം കിട്ടുന്നിടം വരെ ജയിലിലായതുകൊണ്ട് മുതലാളിക്ക് വന്നിരുന്ന് ചാനൽ വന്നിരുന്ന് തള്ളാൻ പറ്റുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ പ്രധാനമായും നമുക്ക് മനസ്സിലാകുന്നതിൽ കായിക വകുപ്പിന്റെ വലിയ ഇടപെടലുണ്ട്. കായിക വകുപ്പ് മന്ത്രി 14 ലക്ഷം രൂപ മുടക്കി വിദേശത്തേക്ക് പോയി. സർക്കാർ ഖജനാവിൽ ഒരു തരത്തിലുള്ള പ്രശ്നവും അതെ. ഉണ്ടായിട്ടില്ല, നഷ്ടം ഉണ്ടായിട്ടില്ല എന്ന വാദം ബാലിശമാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അതുപോലെ പിണറായി വിജയനുമായി ബന്ധപ്പെട്ടും ചില ആരോപണങ്ങൾ, അതായത് കായിക വകുപ്പ് മന്ത്രി എന്തായാലും അവിടെ പോകുമ്പോൾ, വിദേശയാത്ര നടത്തുമ്പോൾ പിണറായി വിജയൻ അറിയാതെ തരമില്ല. ഒരു അതെ. മന്ത്രിസഭയുടെ ഭാഗമായി മന്ത്രി വിദേശയാത്ര നടത്തുമ്പോൾ അത് എന്തിനാണ് എന്ന് അറിയേണ്ടതുണ്ട്. അപ്പോൾ അത് അറിയുന്നുണ്ട്. അതെ. അപ്പൊ ഈ അമേരിക്കയിലേക്ക് പണം കൈമാറിയതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിന്റെ GST അടയ്ക്കാത്ത പ്രശ്നം ഒരു വശത്ത് കിടക്കുന്നു. അങ്ങനെ മൊത്തം അടപടലും റിപ്പോർട്ടർ ചാനലിൽ പ്രശ്നമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇവിടെ മറ്റേതെങ്കിലും തരത്തിലുള്ള ദുരൂഹതകൾ ഇതിലുണ്ടോ? തീർച്ചയായിട്ടും ഈ ഒരു സംഭവത്തിൽ വലിയ ദുരൂഹതയുണ്ട്. അതായത് ഇപ്പോഴത്തെ കായിക വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി N പ്രശാന്ത് IAS കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് ഈ സംഭവം വാസ്തവത്തിൽ ഇതൊരു കേന്ദ്ര ഏജൻസി, ED പോലെയുള്ള ഒരു കേന്ദ്ര ഏജൻസി അന്വേഷിക്കേണ്ടതാണ്. കാരണം ഇതിനകത്ത് ഈ പറഞ്ഞതുപോലെ ഈ സാമ്പത്തിക ഇടപാടുകൾ നടന്നത് വലിയ ദുരൂഹമാണ്. അദ്ദേഹം പറയുന്ന ആ റിപ്പോർട്ടിൽ പറയുന്നതായിട്ട് വാർത്തകൾ പുറത്തു വന്നിരിക്കുന്നത് വിദേശ നാണ്യ വിനിമയം മാത്രമേ നടന്നിട്ടുള്ളൂ, ബാക്കി ഒരു കാര്യങ്ങളും സുതാര്യമല്ല എന്നാണ് പറയുന്നത്. അതായത് ഈ മെസ്സിയെ കൊണ്ടുവരണമെങ്കിൽ അത് അർജന്റീന ഫുട്ബോൾ അസോസിയേഷനുമായി ബന്ധപ്പെട്ട് അവര് വഴി ആണ് അപേക്ഷിക്കേണ്ടത്. അത് അദ്ദേഹത്തിന്റെ രാജ്യം, അതായത് അവിടുത്തെ ഭരണാധികാരികൾ ഉൾപ്പെടെ അവിടുത്തെ കായിക വകുപ്പ് ഉൾപ്പെടെ ഇതിന് അനുമതി കൊടുക്കണം. അതിന് നമ്മുടെ വിദേശകാര്യ മന്ത്രാലയവും ഇതിനോടൊപ്പം ചേരണം. അപ്പൊ അതായത് നമ്മുടെ രാജ്യത്തെ 146 കോടി ജനങ്ങളെ പറ്റിക്കുന്നതിന് തുല്യമാണ് ഈ നടന്നിരിക്കുന്ന കാര്യങ്ങൾ. അപ്പൊ ഇവിടെ ഈ അർജന്റീന ഫുട്ബോൾ അസോസിയേഷനുമായി ബന്ധപ്പെട്ട് മെസ്സിയെ ഇവിടെ കൊണ്ടുവരാൻ വേണ്ടി അമേരിക്കയിലെ ഒരു 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 കമ്പനിയെയാണ് ഇടനിലക്കാരാക്കിയത്, ഒരു ഏജൻസിയെ. അവർ ഈ അർജന്റീന ഗവൺമെന്റ് അവരെ കരിമ്പട്ടികയിൽപ്പെടുത്തിയിരിക്കുകയാണ്. അവരുടെ നടപടിക്രമങ്ങൾ സുതാര്യമല്ല, അവരുടെ സാമ്പത്തിക ഇടപാടുകൾ ശരിയല്ല എന്ന് കണ്ടിട്ട് അവരെ കരിമ്പട്ടികയിൽപ്പെടുത്തിയതാണ്. അത് അമേരിക്കയിലും അവർക്കെതിരെ കേസുണ്ട് എന്നൊക്കെയാണ് വാർത്തകളിൽ പറയുന്നത്. എന്തായാലും അതൊക്കെ ഇരിക്കട്ടെ. ഇവിടുന്ന് 126 കോടി രൂപ അയച്ചു, അതിന്റെ GST 22 കോടി രൂപ അടച്ചിട്ടില്ല, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ചയിൽ വന്നതാണ്. വാർത്തകളിലും മറ്റുമൊക്കെ നിരവധി നമ്മുടെ ചാനലുകളും അതുപോലെ തന്നെ ഓൺലൈൻ ചാനലുകളും യൂട്യൂബ് ചാനലുകളും ഒക്കെ ഈ വിഷയം ചർച്ച ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന ഒരു കാര്യം, ഈ മുൻ കായിക മന്ത്രി V അബ്ദുറഹിമാൻ ഈ മെസ്സിയെ കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട് നടത്തിയ കത്തിടപാടുകളെ കുറിച്ചാണ്. അതിനകത്തൊരു വലിയ ദുരൂഹതയുണ്ട് എന്ന് പറയുന്നു. ഇദ്ദേഹത്തിന് വേണ്ടി ഈ ഇമെയിൽ അയച്ചത് ഒരു അധ്യാപിക, കോളേജ് അധ്യാപികയാണ് എന്ന വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത്. അതായത് നമ്മുടെ പൊന്നാനി MES കോളേജിലെ ഇംഗ്ലീഷ് അധ്യാപിക, അവരുടെ പേര് അമീറ ഐഷ ബീഗം. ഈ അധ്യാപിക മന്ത്രിയുടെ സുഹൃത്താണെന്ന് പറയുന്നു. അതിനൊന്നും നമുക്ക് ഒരു എതിർപ്പും ഇല്ല, ഒരു കുറ്റവും പറയാനില്ല. പക്ഷേ ഈ അധ്യാപിക വഴി എന്തിനാണ് ഇവരുമായിട്ട് കത്തിടപാട് നടത്തിയത് എന്ന് മാത്രമല്ല, ഈ വിഷയം കായിക മന്ത്രി ഈ അമീർ ആരാണെന്ന് അന്വേഷണം നടത്തുന്നുണ്ട്. നിലവിലെ കായിക മന്ത്രി ഈ ജനീഷ് ഇതിനെ സംബന്ധിച്ച് ചില സൂചനകൾ നൽകിയിട്ടുണ്ട്. അദ്ദേഹം പൂർണ്ണമായും വിവരങ്ങൾ പുറത്തു പറഞ്ഞിട്ടില്ല, കാരണം അത് അന്വേഷണത്തെ ബാധിക്കും. അതുകൊണ്ട് പൂർണ്ണമായ വിവരങ്ങൾ പുറത്തു വിട്ടിട്ടില്ല. പക്ഷേ ഈ അധ്യാപിക എങ്ങനെ ഇതിനകത്ത് വന്നു, ഇത് അറിയേണ്ട കാര്യമാണ്. കാരണം ഒരു മന്ത്രി ഔദ്യോഗികമായി കത്തയക്കുമ്പോൾ അത് ഇന്ത്യ ഗവൺമെന്റിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഗവർണർക്ക് വേണ്ടിയിട്ടാണ് ഭരണം നടത്തുന്നത്, അല്ലെ? അങ്ങനെയുള്ള ആ മന്ത്രി എല്ലാ ഔദ്യോഗിക നിയമങ്ങളും പാലിച്ചുകൊണ്ട് വേണം ഒരു കാര്യത്തിൽ ഇടപെടാൻ. ആ കാര്യത്തിൽ ഇപ്പൊ ഇവിടുത്തെ കായിക വകുപ്പ് സെക്രട്ടറി ഉണ്ട്, അല്ലെങ്കിൽ ആ കായിക വകുപ്പിലെ മറ്റ് നിരവധി ഉദ്യോഗസ്ഥരുണ്ട്.
എന്തുകൊണ്ട് അവരെ ഉപയോഗിക്കാതെ അല്ലെങ്കിൽ അവർ വഴി ഇമെയിൽ അയക്കാതെ ഈ അധ്യാപിക വഴി കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്തു? ഈ ചോദ്യത്തിന് ഉത്തരം പ്രശാന്ത്, കിട്ടണം. ഇത് ഒന്ന്. ആദ്യം മുതൽ ആ, തന്നെ ഈ കരാറിൽ ദുരൂഹതയുണ്ട്, അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഉവ്വ് ഉവ്വ്. നിയമസഭയിൽ പറയുന്നത് ഒന്ന്, അതിന്റെ രേഖകളിൽ വരുന്നത് മറ്റൊന്ന്, അതുപോലെ പുറത്തു പറയുന്നത് മറ്റൊന്ന് എന്ന രീതിയിൽ പല കോംപ്ലിക്കേഷൻസും ഇതിനകത്ത് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്, പല ദുരൂഹതകൾ ഇതിലുണ്ടെന്ന് തീർച്ചയായിട്ടും കണ്ടെത്തിയിട്ടുണ്ട്. ഇതും തീർച്ചയായിട്ടും. അത്തരത്തിലൊരു ദുരൂഹതയുടെ ഭാഗമല്ലേ? അതായത് ഒരു അല്ല, അത് വകുപ്പിൽ ആ മാത്രമല്ല. വകുപ്പ് സെക്രട്ടറി അറിയാതെ, ബാക്കിയുള്ളവരെ അറിയിക്കാതെ ഈ കത്ത് ഇടപാടുകൾ മന്ത്രി ഒരു സ്വകാര്യ വ്യക്തി വഴി എങ്ങനെയാണ് സർക്കാരിന് വേണ്ടി അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ കഴിയുക? അത് മാത്രമല്ല ശ്രീലേ, അതാണ് അതിലെ ഗുരുതരമായ വിഷയം. അവിടെയാണ് ഇതെന്തുകൊണ്ടോ നമ്മുടെ മാധ്യമങ്ങൾ, മറ്റു മാധ്യമങ്ങൾ അതിനെ കാര്യമായിട്ട് ചർച്ച ചെയ്യുന്നില്ല. അവർക്ക് അതിനേക്കാൾ വലിയ വിഷയങ്ങൾ അവർക്ക് തോന്നി, അവരുടെ ശ്രദ്ധയിൽ മറ്റു കാര്യങ്ങൾ വലിയ വിഷയമായിട്ട് തോന്നിയത് കൊണ്ടാകാം. പക്ഷെ ഇതിനകത്ത് മറ്റൊരു വിഷയം കൂടിയുണ്ട്. ഈ മന്ത്രി അയച്ച കത്തിന്റെ കോപ്പി ഈ അധ്യാപികയ്ക്ക് കൂടെ ഇമെയിലിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതെന്തിനാണ് ചെയ്യുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഒരു ഔദ്യോഗികമായിട്ട് മന്ത്രി അയക്കുന്ന ഒരു കത്ത്, അതിന്റെ കോപ്പി എന്തിനാണ് ഇങ്ങനെ ഒരാൾക്ക് കൂടി അറ്റാച്ച് ചെയ്യുന്നത്? എന്താണ് ഇതിന്റെ സത്യാവസ്ഥ എന്ന് അറിഞ്ഞാൽ മതി. നമുക്കിതിനകത്ത് ഇപ്പൊ നമ്മളാരും മന്ത്രിയെ ക്രൂശിക്കാൻ വേണ്ടിയിട്ട് രാവിലെ ഉറക്കം എഴുന്നേറ്റ് ഇന്നിപ്പോ മുൻ കായിക മന്ത്രിയെ നമുക്കൊന്ന് താറടിച്ച് കാണിക്കാം എന്ന് പറഞ്ഞൊന്നും വരുന്നവരല്ല. നമ്മൾ ഈ വാർത്ത, ഒരുപാട് ചട്ടലംഘനമുണ്ട് പ്രശാന്ത്, ഇത് മാത്രമല്ല. അതെ, ഒരുപാട് ചട്ടലംഘനമുണ്ട്. ഈ ചട്ടലംഘനങ്ങൾ എന്തുകൊണ്ട് സംഭവിച്ചു? ഇതിന്റെ ഉത്തരം വേണം. അത് ഈ രാജ്യത്തെ പൗരന്മാർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ചോദിക്കുന്നത്. ഇത് മാത്രമല്ല, പ്രശാന്ത്, ഒരു തെറ്റ് ഒരാൾക്ക് സംഭവിക്കാം, പക്ഷെ ഇതിൽ മൊത്തത്തിൽ ദുരൂഹതയും മൊത്തത്തിൽ ചട്ടലംഘനവും ആകെ മൊത്തം പ്രശ്നമാകുമ്പോൾ നമ്മൾ എന്താണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? അല്ല, അതിനകത്ത് ഇവർക്ക് ഒളിക്കാൻ എന്തൊക്കെയോ ഉണ്ട്, അതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മടിയിൽ കനമുണ്ട്, അതുകൊണ്ട് വഴിയിൽ ഭയക്കുകയും വേണം. ഞാൻ അതിലേക്ക് വരാം. അതിനു മുമ്പ് ഇപ്പൊ കായിക വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി കൊടുത്ത റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഈ പറഞ്ഞിരിക്കുന്ന കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം വേണമെന്ന ശുപാർശ ഇനി മന്ത്രിസഭയാണ് തീരുമാനിക്കേണ്ടത്. വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ ഈ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കണം. അത് സംബന്ധിച്ച് കേന്ദ്ര ഏജൻസി അന്വേഷിക്കട്ടെ എന്ന് മുഖ്യമന്ത്രിയും മന്ത്രിസഭയും തീരുമാനിച്ചാൽ കഴിഞ്ഞു കാര്യം. അന്വേഷണത്തിൽ കാര്യങ്ങൾ പുറത്തു വരും. ഇനി മന്ത്രി ഔദ്യോഗികമായി എല്ലാ ചട്ടങ്ങളും പാലിച്ചുകൊണ്ടാണ് ഇതൊക്കെ ചെയ്തിരിക്കുന്നതെങ്കിൽ നമുക്കൊരു പരാതിയുമില്ല. പക്ഷെ അത് വ്യക്തമാകണം, അതൊന്ന്. രണ്ടാമത്തെ കാര്യം, നമ്മുടെ അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ പിണറായി വിജയൻ ഈ കായിക മന്ത്രിയെ കൈയൊഴിഞ്ഞു രംഗത്ത് വന്നിട്ടുണ്ട്. അദ്ദേഹം കഴിഞ്ഞ ദിവസം പത്രസമ്മേളനം നടത്തിയപ്പോൾ പറഞ്ഞത്, പിന്നെ ഇങ്ങനെ ഒരു കാര്യമുണ്ട്, പിന്നെ മെസ്സിയെ കൊണ്ടുവരും എന്നൊക്കെ ഇവർ പറയുന്നുണ്ട്, അത് സർക്കാർ നേരിട്ടല്ല, ഒരു സ്വകാര്യ കമ്പനി വഴിയാണ് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ എല്ലാ കാര്യങ്ങളും മുഖ്യമന്ത്രി അറിയണമെന്നുണ്ടോ? അതിന്റെ പ്രാഥമികമായ ചില കാര്യങ്ങൾ അല്ല, ഇദ്ദേഹം പറഞ്ഞതാണ്, പത്രസമ്മേളനത്തിൽ ചോദിച്ചതാണ്, എല്ലാ കാര്യങ്ങളും മുഖ്യമന്ത്രി അറിയേണ്ടതുണ്ടോ? ഇതിന്റെ പ്രാഥമികമായ ചില കാര്യങ്ങൾ എനിക്കറിയാം. ഈ മെസ്സി വരും, അപ്പോ പത്രലേഖകർ ചോദിക്കുന്നുണ്ട്, ഈ മെസ്സി വരുമെന്നതിന് എന്തെങ്കിലും ഔദ്യോഗികമായ രേഖകൾ ലഭിച്ചിട്ടുണ്ടോ? അതിനുള്ള മറുപടി, ആ രേഖയൊക്കെ മുൻ കായിക മന്ത്രിയുടെ കയ്യിലുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു എന്നാണ്. അപ്പോൾ എത്ര നിസ്സാരമായിട്ടാണ് നമ്മുടെ രാജ്യത്തെ ഈ നിയമ സംവിധാനത്തെ നോക്കുകുത്തിയാക്കി മാറ്റുന്നത്, അല്ലെ? ഒരു സർക്കാരില് ഉന്നത പദവിയിൽ ഇരിക്കുന്ന ആളാണ്, ഭരണഘടനാ പദവിയാണ് മുഖ്യമന്ത്രി എന്ന് പറയുന്നത്, നിസ്സാരമല്ല. ആ ഭരണഘടനാ പദവിയിൽ ഇരുന്നയാള് പറയുകയാണ്, അതൊക്കെ മന്ത്രിക്ക് അറിയാം, ഞാൻ അറിയേണ്ട കാര്യമില്ല, ഞാൻ അത്രയൊന്നും അറിയേണ്ട കാര്യമില്ല എന്ന് എത്ര നിസ്സാരവൽക്കരിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ വിഷയത്തെ കാണുന്നത്. ഇതിനകത്ത് കോടിക്കണക്കിന് രൂപ ഒരു അമേരിക്കൻ കമ്പനിക്ക് കൊടുത്തു എന്ന് പറയുന്നത് സർക്കാരിന്റെ പൈസയല്ല കൊടുത്തത് എന്ന് പറയുമ്പോൾ അവിടെ ഒരു വിഷയം, രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇത് ഇവർക്ക് ഈ ഇത്രയും പണം എവിടുന്ന് കിട്ടി, ഇത് ആരിൽ നിന്നൊക്കെ വാങ്ങി എന്നൊരു ചോദ്യമുണ്ട്. രണ്ട്, ഈ തുക അങ്ങോട്ട് കൊടുക്കുമ്പോൾ ഇതിന്റെ GST ഇവിടെ അടയ്ക്കണം. ആ GST ഇവിടെ അടച്ചിട്ടില്ല, അത് സർക്കാർ ഖജനാവിന് നഷ്ടം വരുത്തിയിരിക്കുകയാണ്, കോടികളുടെ നഷ്ടമാണ്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ കേട്ടത് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വന്നപ്പോൾ റിവേഴ്സ് ഹവാലയെ കുറിച്ചാണ്. യഥാർത്ഥത്തിൽ അതേപോലെ ഒരു റിവേഴ്സ് ഹവാലയാണ് ഇവിടെ നടന്നിട്ടുള്ളത്. അങ്ങനെ സംശയിച്ചാൽ കുറ്റം പറയാൻ പറ്റില്ല. മാത്രമല്ല, ഇത്രയും കോടി ആസ്തി ഉണ്ടാകാൻ അയാൾ കഴിഞ്ഞ ദിവസം അയാളുടെ ചർച്ചയിൽ അയാൾ പറയുന്നുണ്ട്,
സർക്കാരിന് നഷ്ടമൊന്നും വന്നില്ലല്ലോ. 126 കോടി എന്റെ അല്ലേ നഷ്ടപ്പെട്ടതെന്ന്. ഒരു വ്യക്തിക്ക് എന്ത് പണിയെടുത്തിട്ടാണ്, അല്ലെങ്കിൽ അതിന്റെ സോഴ്സ് എവിടെ നിന്നാണ് ഈ 126 കോടി വെറുതെ കളയാൻ? അത് പൊയ്ക്കോട്ടെ, എന്റെ പണമല്ലേ പോയതെന്ന് പറയാൻ അത് എവിടെ നിന്നാണ് ആ പണം? എന്താണ് അതിന്റെ സോഴ്സ്? എന്തുകൊണ്ടാണ് GST അടയ്ക്കാത്തത്? ഇങ്ങനെ നിരവധി ചോദ്യങ്ങൾ അത് ഉയർത്തുന്നില്ലേ? അല്ല, അവിടെ ആ ചോദ്യത്തിൽ തന്നെ ഒരു വലിയ കുഴപ്പം ഒളിഞ്ഞിരിപ്പുണ്ട്. എന്റെ 126 കോടി രൂപ പോയെങ്കിൽ എന്തുകൊണ്ട് ഈ GST അടച്ചില്ല? ഈ GST സർക്കാരിലേക്ക് വരേണ്ടതല്ലേ, അതെന്തുകൊണ്ട് അടച്ചില്ല? ഇനി രണ്ട്, ഒരു സംസ്ഥാനത്തെ അല്ലെങ്കിൽ ഒരു രാജ്യത്തെ ജനങ്ങളെ ഒരു പിന്നെ വാഗ്ദാനം കൊടുത്ത് പറ്റിക്കുകയാണ്, വഞ്ചിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. നോക്കൂ, നമുക്കറിയാം, ഇന്ത്യയിൽ ഇപ്പൊ കേരളത്തിലും ബംഗാളിലും UP യിലും ഒക്കെ, പഞ്ചാബിലും ഒക്കെ, മഹാരാഷ്ട്രയിലൊക്കെ ഫുട്ബോളിന് ആരാധകർ വളരെയധികം ഉണ്ട്. സത്യത്തിൽ മെസ്സി ഇന്ത്യയിലേക്ക് വരുന്നു എന്ന് അറിയുമ്പോൾ ഈ ആരാധകരുടെ അവരുടെ ഒരു സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. വലിയ പ്രതീക്ഷയിലാണ് നമ്മുടെ ഈ മെസ്സിയുടെ ആരാധകർ അല്ലെങ്കിൽ ഫുട്ബോൾ ആരാധകർ കാത്തിരുന്നത്. ഒരു ഫുട്ബോൾ ഇതിഹാസം ഇന്ത്യയിലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് നമ്മൾ എല്ലാവരും സന്തോഷിക്കും. ഫുട്ബോളിനെ സ്നേഹിക്കുന്ന, കായിക ഇനങ്ങളെ സ്നേഹിക്കുന്ന എല്ലാവരും സന്തോഷിക്കും. ഇവിടെ അങ്ങനെയുള്ള ആൾക്കാരെ വഞ്ചിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതൊരു ഗുരുതരമായ കുറ്റമാണ്. അതും ഇനി ഈ പണം പോയത് എന്റേതല്ലേ എന്ന് പറയുമ്പോൾ അവിടെ ശ്രീല ചോദിച്ച ചോദ്യത്തിന് പ്രസക്തി കൂടുകയാണ്. ഈ പണം നിങ്ങൾക്ക് എങ്ങനെ കിട്ടി? ഇതെങ്ങനെ നിങ്ങളുടെ കൈവശം വന്നു? ആര് തന്നു? നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയതാണോ? ബിസിനസ് ചെയ്തുണ്ടാക്കിയതാണോ? ഇത്രയും പണമുള്ള ഒരാൾ മുട്ടിൽ മരമുറിയുമായി ബന്ധപ്പെട്ട് അവിടുത്തെ കോളനികളിലുള്ള സാധാരണക്കാരെ പറ്റിച്ച് ഈ മരം മുറിച്ചു വിൽക്കേണ്ട ആവശ്യം എന്തായിരുന്നു? ഇത്രയും 126 കോടി വെറുതെ കളയാനുള്ള ഒരാൾ എങ്ങനെയാണ് ഇത്രയും കോടി രൂപ? ഇത് എന്താണ് അതിന്റെ ഒരു വിരോധാഭാസം എന്നുള്ളതാണ് ചിന്തിക്കുന്നത്. എനിക്ക് 126 കോടി ഒന്നും അല്ലെന്ന് പറയുക, പാവങ്ങളെ പറ്റിച്ച് കൊള്ള നടത്തുക, എന്താണ് അതിന്റെ ഒരു ആധികാരികത? എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? അല്ല, അതിന്റെ കെമിസ്ട്രിയാണ് നമുക്ക് മനസ്സിലാകാത്തത്. അത് അന്വേഷണത്തിലൂടെ, അത് കായിക വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി പറഞ്ഞതുപോലെ ഒരു അന്വേഷണത്തിലൂടെ മാത്രമേ അത് പുറത്തു വരുള്ളൂ. ഇപ്പോൾ വാസ്തവത്തിൽ പന്ത് VD സതീശൻ സർക്കാരിന്റെ കോർട്ടിലാണ്. അവർക്ക് ഗോൾ അടിക്കാം, കൃത്യമായിട്ടും ഗോൾ അടിക്കാം. അന്വേഷണം EDക്ക് കൈമാറിയാൽ ഈ കേസിലെ എല്ലാ രഹസ്യങ്ങളും പുറത്തു വരും. മാത്രമല്ല, ഇത് അറിയാമല്ലോ, ഒരു കടലാസ് കമ്പനി ഉണ്ടാക്കി, 1 ലക്ഷം രൂപ മൂലധനമുള്ള ഒരു കടലാസ് കമ്പനി ഉണ്ടാക്കിയിട്ടാണ് ഇതിന് ശ്രമം ആരംഭിച്ചത്. പിന്നീട് ആ കടലാസ് കമ്പനിയെ മാറ്റി നിർത്തിയിട്ട് റിപ്പോർട്ടർ ചാനൽ നേരിട്ട് ഇതിൽ ഇറങ്ങുകയായിരുന്നു, ഇതിൽ ഇടപെടുകയായിരുന്നു. റിപ്പോർട്ടർ ചാനൽ വഴിയാണ് ഇതിന്റെ മറ്റു കാര്യങ്ങളെല്ലാം ഓപ്പറേറ്റ് ചെയ്തത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വാർത്തകളിൽ നിന്ന് മനസ്സിലാകുന്നത്. അങ്ങനെയെങ്കിൽ ഇപ്പൊ തന്നെ റിപ്പോർട്ടർ ചാനലിനെതിരെ നിരവധി പരാതികളും അന്വേഷണങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. കോടതികളിൽ കേസുണ്ട്. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്. അങ്ങനെയുള്ള അങ്ങേയറ്റം ദുരൂഹമായ പശ്ചാത്തലമുള്ള ഒരു ബിസിനസ് സംരംഭം, അതിൽ പ്രവർത്തിക്കുന്നവർ, അതിന്റെ സംരംഭകർ ഒക്കെ ഇങ്ങനെ ഒരു വലിയ ഈ പറയുന്നത് പോലെ കോടികളുടെ ഇടപാട് വിദേശ രാജ്യവുമായി ബന്ധപ്പെട്ട് നടത്തിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് തീർച്ചയായിട്ടും അന്വേഷിക്കേണ്ടത് തന്നെയാണ്. മാത്രമല്ല, ഇതിനകത്ത് ഇപ്പോൾ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇവരെ കൈയൊഴിഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നു. എനിക്കൊന്നും അറിയില്ല രാമനാരായണ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് ഇതിൽ നിന്ന് തടിയൂരാൻ കഴിയില്ല. കാരണം മുഖ്യമന്ത്രി അറിയാതെ ഒരു മന്ത്രിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. നമ്മുടെ രാജ്യത്തെ വ്യവസ്ഥ അതാണ്, നമ്മുടെ നിയമ സംവിധാനം അതാണ്, നമ്മുടെ ഭരണഘടന നിർദ്ദേശിക്കുന്നതും അതാണ്. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ കഴിവുകേടാണ് എന്ന് പറയേണ്ടി വരും. അദ്ദേഹത്തിന് തന്റെ മന്ത്രിസഭയിലെ അംഗങ്ങളിൽ, മന്ത്രിമാരിൽ യാതൊരു നിയന്ത്രണവും ഇല്ലായിരുന്നു എന്ന് സ്വയം സമ്മതിക്കുന്നതിന് തുല്യമാണ് അത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവരെ ഇതിലെ ഈ മെസ്സിയെ കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിലെ പങ്ക് അന്വേഷിക്കേണ്ടതാണ്. ഒരു ചിന്തയുമില്ലാതെ, മുൻപിൻ ചിന്തയില്ലാതെ ഇവിടുന്ന് കോടികൾ എടുത്ത് അങ്ങോട്ടേക്ക് കൊടുക്കുക, എന്നിട്ട് അവസാനം അത് നടക്കില്ല, വരില്ല, മെസ്സി വരില്ല, പണം പോയത് എന്റേതല്ലേ, അതില് സംസ്ഥാന സർക്കാരിന് എന്താണ് നഷ്ടം, നികുതി പണം നഷ്ടപ്പെട്ടിട്ടില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ വെച്ച് കാച്ചുന്നത് ഒരു നല്ല കീഴ്വഴക്കമല്ല. അത് എന്തൊക്കെയോ ഒളിക്കാനുണ്ട്, എന്തൊക്കെയോ ദുരൂഹതകളുണ്ട്. അത് തീർച്ചയായിട്ടും പുറത്തു വരേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ കേസ് ED അന്വേഷിക്കുന്നതാണ് ഏറ്റവും ഉത്തമം.
ആ ED അന്വേഷണത്തിലൂടെ സത്യം പുറത്തു വരും എന്ന് തന്നെ നമുക്ക് കരുതാം. തീർച്ചയായും.